നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ആഗോളതലത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനുവരി 6, 7 തീയതികളിൽ നിലമ്പൂരിൽ വിപുലമായ ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിക്കും. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൗക്കത്ത് MLA എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. നിലമ്പൂരിനെ ലോക ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം എന്ന രീതിയിൽ ഒരു 2 ദിവസത്തെ കോൺക്ലേവ് നിലമ്പൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. ആ കോൺക്ലേവിലേക്ക് ജനുവരി 6, 7 തീയതികളിലാണ് നിലമ്പൂരിലെ KFRI കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഗസ്റ്റ് ഹൗസ് പരിസരമാണ് ഇതിനു വേണ്ടി നമ്മൾ വെന്യൂ ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 2030 നിലമ്പൂരിനെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിലെ മുൻനിര കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ സംഗമത്തിന്റെ ലക്ഷ്യം. കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറി സുമൻ ബില്ല കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിലമ്പൂർ കരിമ്പുഴയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേദിയാകുക. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100ഓളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കും. 8 സെഷനുകളിലായി വിദഗ്ധർ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ അവതരിപ്പിക്കും. നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിനായി 1ാം ഘട്ടത്തിൽ 100 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് PV അബ്ദുൽ വഹാബ് MP അറിയിച്ചു. ഇതിനാവശ്യമായ ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ യോജിച്ച ശ്രമം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് വയനാടിന്റെ കണക്ടിവിറ്റി നിലമ്പൂരിൽ നിന്നാണ്. അതിന്റെ ഊട്ടിക്കും അങ്ങനെ തന്നെയാണ്. പടമരി, ബന്ദിപ്പൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വളരെ ഐഡിയൽ പ്ലേസ് ആണ്. നിലമ്പൂരിൻ്റെതായ പ്രത്യേകത എപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ, സസ്റ്റൈനബിൾ, വെറുതെ എന്തെങ്കിലും കുറെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ഇങ്ങനെ ആളെ കൊടുന്ന് പിരിച്ചുവിടാനല്ല. അവർ വന്നു കഴിഞ്ഞാൽ അവർ ഗൈഡുകളെയും അവരെ സംഘടിപ്പിക്കാനും അവരെ എല്ലാ പ്രൊഫഷണലായി ചെയ്യുന്ന സംഗതിയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം, ചോലനായ്ക്കർ വിഭാഗം, ഭൗമസൂചിക പദവി ലഭിച്ച നിലമ്പൂർ തേക്ക്, ലോകത്തിലെ ആദ്യ തേക്ക് മ്യൂസിയം തുടങ്ങിയവയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഈ കോൺക്ലേവ് ലക്ഷ്യമിടുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. 2 ദിവസങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ് നടക്കുക. ഇതിനോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ IDFC ഫൗണ്ടേഷൻ MD AB തോമസ്, JSS ഡയറക്ടർ V ഉമ്മർ കോയ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം.